ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. Tech, entertainment, travel. TechVerse with Febin. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി വാച്ച് 7. ഗാലക്സി വാച്ച് 7. ഇത് പച്ച കളറാണ് സ്ട്രാപ്പ്. 40mm ബ്ലൂടൂത്ത് മോഡലാണ് ഞാൻ മേടിച്ചത്. ടിസൺ OS ആണ് ഇതിൽ വരുന്നത്. ലുക്കടേ പൊളി കണ്ട. സത്യം പറഞ്ഞാൽ വെയിറ്റും ഇല്ല, നല്ല കംഫർട്ടാണ്. കൈ കിടക്കുന്ന അറിയുന്നത് എങ്ങനെയുണ്ട്? കൊള്ളാം. നമുക്ക് ഓണാക്കാം. ഇതാണ് സ്വിച്ച്. യെസ്, ഇതിൻ്റെ UI നല്ല സ്മൂത്താണ്. അപ്പം ഞാൻ കണക്ട് ചെയ്തിട്ട് എന്തായാലും വരാം. ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നു, വാച്ചിലും വന്നു. കൺഫേം ചെയ്തു. ഇതിൽ മെയിൻലി നമുക്ക് സ്ലീപ്പ് ട്രാക്കിങ്ങും നമ്മുടെ വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ അവർ റെക്കോർഡ് ചെയ്യുന്നു. അത് മോണിറ്റർ ചെയ്യാനും നമുക്ക് നല്ലൊരു ഹെൽത്ത് ലൈഫ് ബിൽഡ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഫോൺ എടുക്കാതെ തന്നെ നമുക്ക് കോളും നോട്ടിഫിക്കേഷൻസും വാട്സാപ്പും ഒക്കെ ഇതിൽ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതും വലിയൊരു കാര്യമാണ്, നല്ലൊരു ഫീച്ചറാണ്. ഇതിൻ്റെ ബാറ്ററി ലൈഫ് 1 day ഒക്കെ കിട്ടും. ചിലവർ 2 days ഒക്കെ പറയുന്നുണ്ട്, പക്ഷേ 1 day ആണ് ഒരു മിനിമം പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി വാച്ച് ഫേസസ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ അകത്ത് കസ്റ്റമൈസും ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ തന്നെ ഫോട്ടോസ് ഇടാനും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇതിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് എവിടെ പോയാലും ഫോൺ എടുക്കണ്ട, ടാപ്പ് ചെയ്ത് തന്നെ നമുക്ക് പേയ്മെൻറ്റ്സ് നടത്താം. ഒന്നെങ്കിൽ സാംസങ് പേ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് ഗൂഗിൾ പേ ഉണ്ട്. നമ്മുടെ സാംസങ് ഗാലക്സി S25 S25 അൾട്രയിലും ഒക്കെയുള്ള റിവേഴ്സ് വയർലെസ് ചാർജിങ് യൂസ് ചെയ്ത് ഈ വാച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ബേസ് വേറെ മോഡലാണ് ഇപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ബേസ് ഫ്ലാറ്റ് അല്ലാത്തതുകൊണ്ട് അത് വർക്കാവില്ല. ഇത് ഓവറോൾ ഞാൻ പറഞ്ഞത് ഒരു നല്ലൊരു ഫിറ്റ്നസ് ഫ്രീക്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഡിവൈസാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കമൻസ് നിങ്ങൾ എഴുതുക. ഒരു കാര്യം കാണിക്കാൻ പറ്റുമോ? വാച്ചിൻ്റെ കൂടെ വരുന്ന ചാർജർ.
കുറച്ച് പേപ്പറുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും ഇത് ഞാൻ പോയി ഇനി ചാർജ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ശരി എന്നാൽ ബൈ.